കിട്ടിയോ? ഓക്കെയാണോ? ഹായ് ഗൈസ്, നമ്മുടെ നോമ്പുറ രണ്ടാമത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇച്ചിരി താമസിച്ചു, സമയം 7:30. ഇതുവരെ സാധനം തെറ്റിട്ടില്ല. കാരണം നമ്മൾ വന്ന വഴി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി, ആകെ പ്രശ്നമായി. പിന്നെ വന്നപ്പോൾ നമ്മളൊരു പള്ളിക്ക് നമസ്കരിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. ഇനി വേണം നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോമ്പുറട്ടെ. സാധനം സെറ്റ് ചെയ്യുമ്പോൾ ബിരിയാണിയൊക്കെ വന്ന വണ്ടി ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് വിവരം അറിയിച്ചത്. ഇത് കാണാം, കത്തിയില്ല. ചോദിക്കാം, കത്തിയില്ലാത്തതുകൊണ്ട് അൻസാഫിന്റെ പ്രാചീനിക ബിരിയാണി വണ്ടി വിളിച്ചിട്ടുണ്ട്. എത്തി കാണും മേടിച്ചില്ല. നമ്മളങ്ങനെ ഇത്രയും സെറ്റ് ചെയ്തു. ഇനി ബാക്കി നമ്മള് വെട്ടംകോടം കൂടെ സെറ്റ് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോ ഒരു വണ്ടി കൂടെ വന്നു, ഇനി 2 വണ്ടിയും കൂടെ ഇങ്ങോട്ട് വരാണ്ട്. 2 വണ്ടി ഒരു ബൈക്കും വരാണ്ട്. റാശി ഷിയാസ് ഒരു ബൈക്കിലാണ്. ബിരിയാണിയൊക്കെ വണ്ടിയിലുള്ള നമുക്ക് KPK ലൊക്കേഷൻ അല്ല മൈക്ക് ഓക്കെ. എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്, നമ്മളൊരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എത്രയും നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ നോമ്പൊക്കെ ഇങ്ങനെ വിശന്ന് പറക്കണം. 7:30 നമ്മള് വെള്ളം കുടിച്ചു ബോഡിയും കഴിച്ചു. അതുകൊണ്ട് തന്നെ വയറ് നല്ല അടങ്ങിയേറായി. നമുക്ക് പിന്നെ ഒരു വേറെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര ബഹുമാനം. നമ്മളെ സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട്. അല്ല ബാദു, അത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് എന്നാ കഴിക്കാൻ? എനിക്ക് കട്ട്ലേറ്റ്, സമൂസ. അപ്പൊ ഇതൊക്കെ കുടിക്കാൻ ലേറ്റ് ഇട്ടേ. അപ്പൊ ഞങ്ങള് ഇനി ലേറ്റ് ഇട്ട് അവര് വരുമ്പോഴേക്കും ലേറ്റ് ഇട്ടല്ല തീരുള്ളൂ. അപ്പൊ ലേറ്റ് ഇട്ടിട്ട് ബാക്കി കാണാം. എന്താണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഫറാൻ KPK ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ബിരിയാണി ഇവിടെ എത്തൂല. വേറെ ഒന്നുമില്ല. ഈ പരിപാടി ലേറ്റ് ആവാൻ കാരണം താങ്കളാണെന്നാണ്. ഞാൻ പറയണില്ല, ബ്ലോഗിൽ എങ്ങനെ നാറ്റിക്കണേന്ന് ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. താങ്കളാണെന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. താമസിക്കാൻ അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് ഇവനെ കാത്തുകൾ എന്താണ് ഏറ്റവും വൈകിയത്. അത്രയും മതി. നിന്റെ റോള് ഇങ്ങനെ ക്യാമറ കണ്ടാൽ മാത്രം പണിയെടുക്കുന്ന അൻസാഫും, ക്യാമറ കണ്ടാൽ പോലും പണിയെടുക്കാത്ത ആരിഫും. KPയുടെ 3 വയറ് 3 ഭയങ്കര നീളമുള്ള വയറ് കൊടുത്തോണ്ട് വന്നേക്കോ ഫറാൻ KP. ഇപ്പോ ടെസ്റ്റർ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. സൗണ്ട്സ് ഭയങ്കര അടിപൊളിയാണ്. ടെസ്റ്റർ ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ അവരുടെ ആകെ കുടുങ്ങി. ഏതിനും കട റെന്റ് എടുത്ത് കയ്യേനി. ഒരു പാട്ട് ക്യാമറ ഓൺ ആയിപ്പോ അടുത്തേക്ക് പോകുന്നു. അഞ്ചാവ് എന്താണ് പറയാനുള്ളത്? തറാവി നമ്മൾ പള്ളി പോകും, ഇവിടെ നിസ്കരിക്കാനുള്ള വകുപ്പില്ല. ആരും
വിളിക്കാൻ. ഞങ്ങള് അവന്മാര് വന്നു, അവന്മാരെ വിളിക്കാൻ പോവാ. അവർക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞു. അവന്മാരെവിടെയാ? അപ്പൊ നമുക്ക് വഴി അറിയില്ലാലോ. ഈ ബീച്ച് എങ്ങനെ ഉണ്ടായിരുന്നേ? നീ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് താങ്കൾ? ഞാനൊരു കൊറേ തവണ വന്നിട്ടുണ്ട്. നീ ഇവിടെ ഒറ്റയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാ താങ്കൾ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിരമാലകൾ നോക്കിയിരിക്കും. തിരമാലകൾ നോക്കി അതേ നിക്കണ അവന്മാരെ അവിടെ ഉണ്ട്. ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ആടായി. ഈ ഊഞ്ഞാല ആര് കിട്ടിയതായിരിക്കും? അത് ഊഞ്ഞാല് കിട്ടിയ ആളായിരിക്കും. അങ്ങനെ ഫുഡ് എത്തി. ഇനി ആൾക്കാരെത്തിയാ മതി. അങ്ങനെ കക്കാട്ട മീനും കക്കാട്ട മായും പീറ്റിയുമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. വണ്ടി പോറിച്ചോ? വണ്ടി പോറിയില്ല. എന്നെ താമസിക്കാനുള്ള കാരണം എന്താണ്? താമസിക്കാനുള്ളത് മരുവിസ്കാരത്തിന് ശേഷം എന്റെ സുഹൃത്തുക്കൾ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നു. പിന്നെ അവിടെ ബിരിയാണി കിടക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചു നേരം നിന്നു. തിന്നോ? തിന്നില്ല. താങ്കൾ എവിടെയായിരുന്നു? ഞാൻ കോളേജിലായിരുന്നു. കോളേജിൽ എന്തായിരുന്നു? കോളേജിൽ ക്ലാസ്സിലായിരുന്നു. ക്ലാസ്സിൽ നേരെ വരികയാണ്. നേരെ വരികയാണ്. എന്തേലും നോമ്പ് തുറന്നു? വെള്ളം നോമ്പ് തുറന്നു. പള്ളിയിൽ നോമ്പ് തുറന്ന് നിസ്കരിച്ചു. അൽഹംദുലില്ലാ. വണ്ടി തട്ടിയോ? വണ്ടി ഇട്ടില്ല. അപ്പൊ സാബി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് സാബി? പറയൂ. താമസിക്കാനുള്ള റീസൺ പറയൂ. ഇവനൊക്കെ പൊതി പൊട്ടിച്ച് തീറ്റ തുടങ്ങി. പൊതി പൊട്ടിച്ചു നിങ്ങള്? കട്ട്ലേറ്റ് തിന്നു. നിങ്ങളുടെ കടയിൽ നിങ്ങൾ തിന്നു? ഇനി നിങ്ങൾ കടയിട്ട് ചോദിച്ചു അടി കിടക്കും. സമൂസ തിന്നാം, പക്ഷെ സമൂസ ഞങ്ങൾ തിന്നില്ല. അമീകാക്കാരന്റെ സമൂസ മാത്രമേ ഉള്ളൂ. കട്ട്ലേറ്റ് പറയൂ. ഞങ്ങള് റിഫായി വന്നിട്ടുണ്ട്. ഏയ് ബ്രോ, ഞങ്ങൾ ലോക്കിപ്പെട്ടു പോയി. പക്ഷെ ഞങ്ങൾ ആദ്യം എത്തി. കാരണം ഞങ്ങൾ പൗര് ഞങ്ങൾക്ക് വഴി പറഞ്ഞു. പറയൂ, യാത്ര ചെയ്യണ്ടായിരുന്നു. നല്ല പതായിരുന്നു. നമ്മള് രണ്ടാറ്റിങ്കര എന്ന് പറഞ്ഞതിട്ടും ഈ ഷിയാസും റാഷിയും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ബ്രോ ഇതല്ല. ബാബാ നീ ഒറ്റയ്ക്ക് പിടിക്കും. കമോൺ ആരിഫേ, ഹെൽപ്പ് ചെയ്യടാ. ഇഷാനെ ക്യാമറമാനാണോ ഇത് പിടിക്കണേ? ക്യാമറ എടുക്കണം. എടാ വയറല്ല മാത്രല്ല പറയാൻ കേപ്പി. പ്ലെയർ അല്ല ഇതില്ല. മറ്റേ സാധനം ടെമ്പർ. എടാ മറ്റേ സാധനം മറ്റേ ഇങ്ങനെ തിരിക്കണ അതിന് പറഞ്ഞ ടെസ്റ്ററില്ല. നീ ഇത് ചോദിക്കല്ലാണ്ട് ഇതുവരെ തായനോട് ചോദിച്ചപ്പോ തായര് എന്താ പറഞ്ഞ എന്നെ ഇത് മാറ്റി ഞാൻ ആ വേറെ ചിന്തയിലിട്ട് തായര എന്നെ പറ്റിച്ച. ഈ 8 മണിക്ക് അത്താഴം കുടിക്കാനാണോ? നോമ്പെടുക്കാനാണോ? നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. ഞങ്ങള് നോമ്പ് പള്ളിയില് ചോറ് കൊടുക്കും. ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. മരം കാണണം, കണ്ണു പിടിക്കണം. ആരിഫേ പിടിക്കടാ. നമ്മളെല്ലാം കത്തി. അങ്ങനെ ഓരോന്നായിട്ട് കത്തി നമുക്ക് വരണ്ട്. രക്ഷപ്പെട്ടു. പടച്ചോൻ കാത്തു. എടാ ആ സൈഡിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് മാറ്റിക്കടാ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വളരെ മോശം പരിപാടിയാണ് നിങ്ങൾ. നോമ്പ് തുറയല്ല നിങ്ങൾക്ക്. ഇപ്പൊ കിയാമനാളുടെ ഏറ്റവും വലിയ അടയാളം രണ്ടാറ്റിങ്ങലിലെ പിള്ളേര് നടത്തി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബുള്ളറ്റ് പൊട്ടിച്ച് ഗാനം നോമ്പ് തുറക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇനി 3, 1, 2, 3, 4 ഇവിടെ കത്താണ്ട്. അടിപൊളി 8 വെച്ച് താമസിച്ചെങ്കിലും പരിപാടി കളറാവുമായിരിക്കും. ഇനി ഒരു 3 മണിക്കൂറുകളായി ബിരിയാണി വണ്ടിക്കകത്തിരിക്കുന്നു. കൊടുത്തേ. ഒരു നിമിഷം ഒരുമിച്ച് ഇപ്പൊ അമരല്ലേ എല്ലാരും വന്നിട്ട് വിടുമ്പോ എല്ലാരും വന്നിട്ട്
ഷിഫായിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഒരു മടിയില്ല. എന്ത് മടി? പവർ ബാങ്ക് വേറെ സംഭവം 3% ആയുള്ളൂ. എന്റെ ഫോണും ചാർജില്ല. താങ്കളുടെ ഫോൺ പവർ ബാങ്കുമായിട്ട് യൂസ് ചെയ്യാം. ഏതാണ് ഫോൺ? അത്ര നല്ല ഫോണാണ്. ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? ഈവൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള എല്ലാ പിള്ളേർക്കും കൊടുക്കാം. കാരണം മിനി മിൽച്ച, പെസ്, ഫ്രീ ഫയർ, പബ്ജി ഒരു 20ഓളം ഗെയിമുകൾ മാത്രം കളിക്കുന്ന ഫോണാണ് അത്. എന്നിട്ടും 2 ദിവസം ചാർജ് ചെയ്യും. എന്നാലും സമയം കിട്ടുമ്പോ അങ്ങനൊന്നുമില്ല. ദിവസത്തിൽ 7 മണിക്കൂർ ഗെയിമിൽ ഇല്ല, മാക്സിമം 2 മണിക്കൂർ. അതായത് ഇവൻ ഉച്ചയ്ക്ക് 3 മണിക്കാണ് എണീക്കണത്. എണീച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 5 മണിക്ക് തുടങ്ങിയ കട മതി പറഞ്ഞപ്പോ ഞാൻ രാവിലെ എഴുന്നേക്കും. എന്നിട്ട് നമ്മള് സുബൈക്ക് എഴുന്നേറ്റാ പിന്നെ ഞാൻ വിളിച്ചപ്പോ താങ്കൾ ഫോണിൽ ഞാൻ രാവിലെ തൊട്ട് താങ്കൾ വിളിക്കുന്നത്. ഞാനപ്പോൾ നീ അനിയത്തിനെ കൊണ്ടുവിടാൻ പോയേക്കുമായിരിക്കും. പിന്നെ ഞാൻ ലാപ്പില് ചെറിയ പരിപാടിയില് ഇത് ഈ കാലഘട്ടത്തിലുള്ള യുവാക്കളെ ശ്രദ്ധിക്കുന്നത്. ഈ പ്രായത്തിലുള്ള എത്ര വയസ്സായി താങ്കൾക്ക് ഇപ്പൊ? 21. അതെ ബാദുഷാ. ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് 18 വയസ്സായി. ഈ കുട്ടികൾ നോമ്പോറ ആഘോഷിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. അതായത് പാട്ട്, തുള്ളല്, ലൈറ്റ്, ബുണ്ടെടുത്ത് ഓണം സെലിബ്രേഷൻ ഒക്കെ വരുന്ന നോമ്പെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്യണ പോലും ഇച്ചിരി തെറ്റാണ് നമുക്കറിയാം. എന്നാലും ഇവരെ ആഘോഷിച്ച് വളരെ മോശമായി. ബുള്ളറ്റ് പൊട്ടിക്കുക, പാട്ട് വയ്ക്കുക, തുള്ളുക, അത് ഭയങ്കര മോശം. 50,000 മണിക്ക് താങ്കൾ ഇനി ഒരിക്കലും താങ്കൾ അങ്ങനത്തെ ഒരു പങ്കെടുക്കരുത്. നമ്മള് കട്ട്ലേറ്റ് തിന്നു, ബീഫ് ബിരിയാണി കഴിച്ചു. പിന്നെ വീഡിയോ വിഷ്വൽസ് പുറത്തു വന്നു താങ്കൾ കാണിക്കുന്നത്. ഇനി ആ നോമ്പോയിൽ ചെറിയ മിനി ബാർ കൊണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു. അതിന്റെ ഒരു കുറവുള്ള ഉക്ക വരെ ഉണ്ടായിരുന്നു. ഉക്ക എല്ലായിരുന്നു. മറ്റേ പറയല നമ്മുടെ അതായത് എനിക്ക് തോന്നുന്നത് നല്ല നോമ്പ് തോറ ഈ പ്രായത്തിലുള്ള പിള്ളേര് കഴിഞ്ഞാൽ നല്ല നോമ്പോറ തീരും. പിന്നെ അൻസാഫിനെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂടെ നോമ്പില് അന്യ സ്ത്രീകളുടെ ഒപ്പം കറങ്ങാൻ പറയണോ? ഇവിടെ രാത്രി ആ വഴിക്ക് വന്ന് മായൻ ഉൾപ്പെട്ടതാ. എന്നാലും മായൻ പറയാം. താങ്കളുടെ അനിയൻ ഈ കഴിഞ്ഞ ദിവസം പങ്കെടുത്ത നോമ്പ് പറയുന്നത് വീഡിയോ കണ്ടില്ല. ലൈവിൽ കാണിക്കട്ടെ. ലൈവ് ആ വീഡിയോ എടുത്തു. ലൈവിൽ ഞാൻ വീഡിയോ കണ്ട് താങ്കൾ പറയണം. താങ്കൾ അനിയൻ കാണിച്ച മോശം അല്ലയോ ആ പങ്കെടുത്ത നോമ്പോറ അവൻ മോശമാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ആദ്യം നല്ല ഫോൺ കാശ് കൊടുത്തതാണ്. ഹറാമാണല്ലോ. റമദാൻ മാസത്തിൽ ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഫോണാണ് അൻസാഫിന്റെ. അതില് ഫുള്ള് സ്ത്രീകളായിരിക്കും. ഫുൾ സപ്പോർട്ട് ഉള്ള കാര്യം കേട്ടോ. ഇപ്പോഴും വേണമെങ്കിൽ സ്റ്റോറി എടുത്ത് വയ്ക്കോ. പറയൂ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. ഓണായ അമീന്റെ നോമ്പ് പറയാനുണ്ടായിരുന്നു. കണ്ടില്ല. അത് ഞാൻ പറയാം. വിഷ്വൽസ് കാണിച്ചില്ല. പാട്ട് വെക്കില്ല. എല്ലാവരും കാണണം. ഈ വ്ലോഗ് കാണുന്ന എല്ലാവരും സെർച്ച് ചെയ്ത് കാണണം. അത് ഭയങ്കര റേഞ്ച് ഇല്ലാത്തൊരു ഇഷ്യൂ മനസ്സിലാക്കണം. ബുസു അല്ലല്ലോ. അതാരോ അത് റാഷിയാണ്. റാഷി ആ നടത്തം കണ്ടറിയാം. റാഷി അല്ലാന്ന് ഇവിടുത്തെ വേറെ ആരോ ആ റാഷിയല്ല. കാള് പഠിപ്പിക്കും. സോറി. ആളുപോലെ ഞങ്ങളുടെ സുഹൃത്താന്ന് പറഞ്ഞു.
ഞങ്ങള് ചെറിയ ബാദിഷ, ആരിഫ്, അത് പൗറു, മാഹിൻ, റിഫായി, ഇഷാൻ, ഫർഹാൻ. ഞങ്ങള് നോമ്പ് തുറക്കാൻ വന്ന അച്ഛൻ താമസിച്ചു. എന്റെ പേര് ദിനേശൻ, എന്നെ അച്ഛന്ന് വിളിക്കും. ചെറിയ വീഡിയോ എടുക്കണ്ട, കുഴപ്പമുണ്ടോ? അതെ ഞാനിപ്പോ വേടനായിട്ട് ഈ പ്രാവശ്യം പാടിയ പാട്ടില്ലേ ഇവിടെ അതിനകത്ത് ഞാനുണ്ട്. അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുക്ത വൃന്ദാവനമായി മാറിയെങ്കിൽ അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുക്ത വൃന്ദാവനമായി മാറിയെങ്കിൽ കോടക്കാർ വർണ്ണന്റെ അതരങ്ങൾ ചുംബിക്കും ഓടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ കോടക്കാർ വർണ്ണന്റെ അതരങ്ങൾ ചുംബിക്കും ഓടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ നിത്യവും കണ്ണനെ നക്കി തുടയ്ക്കുന്ന കറ്റക്കിടാവായി ഞാൻ മാറിയെങ്കിൽ അഷ്ടമി രോഹിണി നാളിലൻ മനസ്സൊരു മുക്ത വൃന്ദാവനമായി മാറിയെങ്കിൽ നമ്മള് ഇനി വരുമ്പോ എന്തായാലും മറക്കൂല. നമുക്ക് അച്ഛൻ ഞങ്ങള് ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റ് ചെയ്താ, പെട്ടെന്ന് സെറ്റ് ചെയ്താ, താമസിച്ചു. എനിക്ക് 6:40 ഭക്ഷണം കഴിക്കില്ല. ഇപ്പൊ 8 മണിയാ പോലെ ഇനിയിപ്പോ രണ്ടുപേര് വരാണ്ട് എല്ലാവരും ഒരുമിച്ച് വരുമ്പോ അതിന്റെ ഒരു രസം. നമ്മള് ട്രോഫി ഇപ്പൊ നമ്മുടെ അടുത്ത ടീം വന്നു. രണ്ടു വാക്ക് വ്ളോഗില് രണ്ട് വാക്ക് എനിക്കറിയില്ല. എല്ലാരും 2 വാക്ക് വെച്ച് പറഞ്ഞു. 2 വാക്ക് ആദ്യം നീ പറഞ്ഞു. 2 വാക്ക് വന്നിട്ട് ഒരുമിച്ച് നമ്മോട് നോക്കിയത് 2 വാക്ക്. നമ്മളിത് ഈ പരിപാടി ആരിഫേ പ്ലീസ്, നമ്മൾ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഭാഷയോട് എന്നാ കുഴപ്പമില്ല. അതെ, നിഹാൽ ഹമീദ് ഫോളോ ചെയ്യണ 2 പേരട്ടെ ഒരുമിച്ച് കേട്ടെ. ഫോളോ ചെയ്യണ 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ റീലിൽ ചെറിയ തിരുത്തി 2 പേരുണ്ട്. തെറ്റിപ്പോയതല്ല, ഞങ്ങൾക്ക് അത് അറിയാമായിരുന്നു. പക്ഷെ അന്ന് നീ ഇല്ല. അപ്പൊ നമുക്ക് കണ്ടന്റിലാണ്. നിന്നെ ഫോളോ ചെയ്യണ്ടോ? മൂന്നോളം വരുന്ന പിന്നെ ഫാൻസിന് എല്ലാവർക്കും താമസിച്ചു പോയതിൽ ക്ഷമിക്കണം. ഞങ്ങള് മൂവാറ്റൂന്ന് ഇറങ്ങിയപ്പോ 5:45 ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ 8 മണിയായി. ഞങ്ങള് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ പബ്സ് അവിടെ അരി പബ്സ് എന്താ പബ്സിൽ വിഷയം കേട്ടോ. പബ്സ് വിഷയം വേണമെങ്കിൽ ഒരു പണിയാ. എല്ലാരും ഒന്ന് പാക്കൻ തന്നെ പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തിനും പറ. 2 വാക്ക് പറഞ്ഞു. ഞാൻ ഹാപ്പിയാ. എന്തിനും പറഞ്ഞേ. പ്രത്യേകിച്ചൊന്നുമില്ല. ഇയാളോട് 2 വാക്ക് സംസാരിക്കാണ്ട് ഈ ഇദ്ദേഹം മാറി നിൽക്കുന്നു.
എനിക്കൊന്നും പറയില്ല. പറയാനുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല പറയാനൊന്നുമില്ല. ഇല്ല തിരക്കില്ല. തിരക്കില്ലല്ലോ, ഒരു തിരക്കില്ലല്ലോ. ഇന്നലെ റാഷിനെ പറയണേ നോക്കാം. ഇതിലാരെങ്കിലും വീഡിയോ പിടിക്കോ? അതൊരു പണിയാണ്. നീ വീഡിയോ എടുക്കാൻ ഫോൺ അജിനെ ഫോൺ കൊടുത്തടാ. നോമ്പ് പറഞ്ഞു നമ്മള്. അജിന്റെ നോമ്പ് പറഞ്ഞു വീഡിയോ എടുത്തോ? അത് അല്ല നോമ്പ് തുറക്കുന്ന വീഡിയോ നമ്മൾ പറഞ്ഞു. നോമ്പ് ലേറ്റ് ആയി പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്നും കഴിച്ചില്ലേ? നിങ്ങൾ വരാൻ ഞങ്ങള് ഗ്യാസും കയറിയിരിക്കണേ. എടാ എന്റെ ഡിസ്പാക്കായിരുന്നു. മഴക്കോൾ എനിക്ക് പേടിയാണ്. അത് മഴക്കോളിലല്ല, ബീച്ചിൽ വേനൽക്കാലത്ത് കാറ്റായിരിക്കും. രാവിലെ ഭയങ്കര ഇതായിട്ട് മൂടി കെട്ടി കുറഞ്ഞു. ആരായിരുന്നു രാവിലെ ഭയങ്കരമായിട്ട്? എറണാകുളം മൂടി കെട്ടി കുറഞ്ഞു. ഹറാം വരുന്നുണ്ട്. ഹറാം ആളുകൾ കൂടിയപ്പോ ക്യാമറയിൽ സാധനം കിട്ടണമെന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കാണ്. രണ്ട് സാധനം കൊടുക്കാം. എനിക്കങ്ങനായിട്ടൊന്നും പറയാനില്ല. എല്ലാരും വന്നപ്പോ നമ്മളെ ഒഴിവാക്കി, അത്രേ ഉള്ളൂ പറയാൻ. പുസ് വന്നാ ചേട്ടൻപുള്ളി വന്നാ നമ്മൾ ഡീസന്റ് ആവും. പുള്ളി അലമ്പാണ് ചേട്ടൻപുള്ളി അലമ്പാണ്. ചേട്ടൻപുള്ളി വന്നാ മുറ്റി കാണിക്കാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിന്റെ റിയൽ സ്വഭാവം പുറത്തേക്ക് വെക്കണം. ഓണാവണം. തറയാവണം. ബീച്ചിൽ പോവാം. അത് വേണ്ട. നമുക്ക് ഇനി അത് മോശമായി. എല്ലാരും കൂടി അത്ര മോശമല്ല. ഇല്ല അമ്മോട്ടെ. ഇല്ല അമ്മോട്ടെ. അവര് താമസിച്ച് നമുക്ക് വിഷമത്തിൽ അപ്പൊ നമ്മള് ചെമ്പ് പൊട്ടിക്കൽ കർമ്മത്തിലേക്ക് കിടക്കാം. 100 രൂപ പൊട്ടിക്കാൻ പോണം. നമുക്ക് ആർക്കും പൊട്ടിക്കാൻ ആ ലൈറ്റ് ജനറേറ്റർ എത്തിക്കാം. ജനറേറ്റർ എത്തിക്കാം. ഇടക്കുന്നിട്ടുള്ള വീഡിയോ കിട്ടിയിട്ടില്ല. നീ മാറ്റി വിളിക്കൊന്നും വേണ്ട. എല്ലാരും ഇരുന്ന് എഗ്ഗാണോ? അവിടെ പോയിരുന്നടാ. പട്ടിനെ പിടിച്ച പട്ടിനെ പിടിച്ച ഞാൻ ചെരുപ്പ് ഇട്ടേക്കണേ. എടാ ഇരിക്കടാ, ഈ നിക്കല്ലേ. എടാ എല്ലാരും ഇരിക്കേ. എടാ ഈ സ്കീവൻ എന്നടാ ചുമ്മാ കീറുവല്ലോ. എടാ എല്ലാരും അവിടെ കൂടി ഇരി. വട്ടൂരി ഇരുന്നളാന്നോ. ബിരിയാണി തന്നെയാണ് പപ്സിനുള്ളത്. ബിരിയാണി ഇപ്പൊ തിന്നുവാ.
പൊട്ടിച്ചോ പൊട്ടിച്ചോ, കട്ടറിലേക്ക് അടിച്ച് ചുമ്മാ അടിച്ച് കൂട്ടുന്നേ, ചുമ്മാ മൂടാവട്ടെ. എവിടെ അന്നൊരു മുട്ടയുടെ പ്ലേറ്റ് കൂടെ വെച്ചെടുത്തേ, മുട്ട മാറി. സാധനം തുറക്കുന്നേ തുറന്നായില്ലാന്നല്ലോ പറഞ്ഞേ. റിഫാണ്ട് പറഞ്ഞാണ്. എടാ കിട്ടിയോ? നിക്ക് ഞാൻ എല്ലാരും ഒരു ചിരി തന്ന് സഹകരിക്കുക. എല്ലാരും ഒരു ചിരി തന്ന് സഹകരിക്കുക. ഓ, ഇത് എപ്പോഴും തീറ്റിയാലോ. ആറുമണിയപ്പോ തുറന്നതാ. 6 മണിയില്ല, സോറി, 6. വിളമ്പിക്കോ. അല്ല, ഇത് എന്നീ കാണിക്കണേ, അതേപോലെ കാണിക്കണേ. ഇഫ്താർ അല്ല അരിഫായി. അല്ല, നിനക്ക് എന്നെ പറയാനുള്ള ഇതിനെ കുറിച്ച്, സാബി ഇതിനെ കുറിച്ച് തെറ്റല്ലേ? പൊരുത്തപ്പെട്ടു. ഇതാണ് കറക്റ്റ്, മനസ്സിലായോ? മര്യാദ ഇതാണ്. പിന്നെ എന്നാ പറയാനുള്ളത് സാബിനെ കുറിച്ച്? സാബി മണ്ടനാ. നീ വാട്ടോ. വിളമ്പണ മുഖം കാണിക്കും. മുട്ട എടുത്ത് നമുക്ക് ഇത് ചോദിക്കാം. മുട്ട ബിരിയാണി എങ്ങനെയുണ്ട്? കിടിലം. ആ മൈക്ക് അവിടെ ബിരിയാണിയുടെ എങ്ങനെയുണ്ട് ബിരിയാണി? മാന് ബിരിയാണി സൂപ്പർ ബിരിയാണി, നല്ല ബിരിയാണി. കഴിച്ചിട്ട് പറഞ്ഞേ സൂപ്പർ. വാ ഇരുന്നേ. ഇതേ നമ്മളെ 2 അതിഥികൾ വന്നു. എന്താണ് പറയാനുള്ളത്? താമസിച്ച് നോമ്പ് തുറന്നില്ലേ? ചെറുതായിട്ട് തുറന്നില്ലേ? ചെറുതായിട്ട് തുറന്നില്ലേ? അന്ന് ഇരിക്കുക ഷിയാസ്മാനെ. ഇതിന് പറയണ്ടോ? പറഞ്ഞോ. സന്തോഷം. മൈക്ക് എന്താ? ബിരിയാണി ഉണ്ട്, അടിപൊളിയാണോ? മുന്നേ ബിരിയാണി ഉണ്ട്. അയ്യോ, മൈക്ക് പറ. പറഞ്ഞോ നീ. ഇതൊക്കെ കട്ട് ചെയ്ത് കയറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടോ? ബിരിയാണിനെ കുറിച്ചാണോ? ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചാറടക്കം ബിരിയാണി അടക്കം എല്ലാ സാധനവും അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട്. എല്ലാ അഭിപ്രായം തന്നെയാണ്, വേറൊന്നും പറയാനില്ല. മതി അങ്ങോട്ട് ഉണ്ട്, ഇങ്ങോട്ട് റാശി ബിരിയാണി കഴിച്ചു. റാശി കഴിക്കണ പണി എടുത്തു. ആ കഴിച്ചോ. എങ്ങനെയുണ്ട്? അത് അടുപ്പിച്ചു പിടിച്ചോറാ. ബീഫൊക്കെ സ്വീറ്റ് ആയിട്ട് ജ്യൂസി വരൂ. ഒന്നും പറയാനുള്ള ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബീഫിലായാലും ഫുഡായാലും ആണോ? നല്ല ബിരിയാണിയാണ്. എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടു. സൂപ്പറാണോ? ഞാൻ കഴിച്ചില്ല, ഞാൻ കഴിക്കാം. അടിപൊളി. ബിരിയാണി അല്ലേ? സെറ്റ് സാധനം. ആ ആനന്ദ് പ്രകാശൻ പറഞ്ഞു. ഈ ബീഫൊക്കെ നോക്കിയേ, ശരിക്കും വെന്തതേ നോക്കിയേ, ഞെക്കുമ്പോ തന്നെ പൊടിഞ്ഞു പോവാ. എന്താ ടേസ്റ്റ്.
ഒരു പരാതി ഉണ്ട്, എനിക്ക് കട്ട്ലേറ്റ് നമുക്ക് തന്നില്ല. കട്ട്ലേറ്റ് സമൂസയും അത് ചെറിയൊരു സാങ്കേതിക തകരാറ് കാരണം KP കൂടി തിന്നീർത്തു. അത് നമുക്ക് പോണേക്ക് മേടിച്ചു തരാം കേട്ടോ. അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ ബിരിയാണി ഇല്ല. അതെ, എന്നിട്ട് കട്ട്ലേറ്റ് കിട്ടിയില്ല. അത് ഇവരൊക്കെ എന്നെ പറയണേനാ ഇതെന്ത് ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ഇത് എത്ര പറഞ്ഞു ബിരിയാണി കുന്നം ബിരിയാണി ബിരിയാണി അല്ലേ തന്നെ. ഫുഡ് കഴിക്കാം, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ക്യാമറ പോത്ത് ഒരു വീഡിയോ എടുക്കണ്ട. ഷിയാസ് അവൻ തിന്നുന്ന വീഡിയോ എടുത്തില്ലാന്ന് പറഞ്ഞു. ഒരു വീഡിയോ എടുത്തതാ. പെണ്ണേസിനെ പിടിച്ചേക്കോല ചിരിച്ചോ. നന്നായിട്ട് കഴിക്കേ. നീയോ മൊയിലാളി? ഓ നീ ഇവിടെ വന്നേ പിന്നെ പിന്നിട്ടില്ല. നീ ഏത് ഫോണിലെ വീഡിയോ എടുത്തേ? തുറന്നു വെക്കണോ? അപ്പൊ നമുക്ക് കാണാം. ബുസു വാടാ, ബുസു വാടാ. അപ്പോ ഞങ്ങളെ നോമ്പോറ അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടോ? ബിരിയാണി ഇഷ്ടപ്പെട്ടോ? ബിരിയാണി ബിരിയാണി ബുസ് കഴിക്കാറേ ഇല്ല. ഒട്ടും കഴിക്കാറില്ല. അതുകൊണ്ട് മാസം കഴിച്ചാൽ അല്ലാണ്ട് അങ്ങനെ എത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല. എനിക്കറിയാലോ ബിരിയാണി മന്തി ഒന്നും കഴിക്കില്ല. അപ്പൊ നമുക്ക് വന്നപ്പോ തൊട്ട് ബിരിയാണിയിൽ ഇരിക്കണവനാ ഇവരെ കുറിച്ച് ഇവന്റെ അഭിപ്രായം ചോദിക്കാം. ഇവിടെ അഭിപ്രായം വന്നപ്പോ തൊട്ട് ഇരിക്കണവനാ പാത്രം വരുത്തി നോമ്പില്ലാത്ത അതായത് നോമ്പിന് നമുക്ക് എന്തും കഴിക്കാൻ പറ്റും. നോമ്പുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇവരെല്ലാരും നോമ്പ് എനിക്ക് കിട്ടിയില്ലേ? രാത്രിയാകുമ്പോ ഇവരെ എനിക്ക് നോമ്പ് തണ്ടെന്ന്. ഏറ്റവും സമയം എടുത്ത് ബിരിയാണി വെച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി കഴിച്ചത് താങ്കളാണ്. അടിപൊളി ബിരിയാണിയാണ്. എന്തായാലും ഒരു ടേസ്റ്റ്. കട്ട്ലേറ്റ് കിട്ടിയില്ല. താങ്കളുടെ കട്ട്ലേറ്റ് സത്യം പറഞ്ഞാൽ താങ്കൾക്ക് ഷിയാസിന് വേണ്ടി ഞങ്ങൾ കട്ട്ലേറ്റ് മാറ്റി വെച്ചു. എനിക്ക് സമൂസ അപ്പൊ ചെന്നപ്പോണ്ടല്ലോ ഞാൻ എടുക്കാൻ പോയപ്പോ ഒരു സമൂസ ഇല്ല, കട്ട്ലേറ്റ് മാത്രമേ ഉള്ളൂ. കട്ട്ലേറ്റ് തിന്നു. അപ്പൊ കട്ട്ലേറ്റ് ഞാൻ തിന്നു, അത്രേ ഉള്ളൂ. സത്യമായിട്ടും നിനക്ക് വേണ്ടി അതല്ല ഇവിടുത്തെ മെയിൻ പരിപാടി അതല്ല. മുന്നാണ് ഡാൻസ് ആണ്. അതിനെ കുറിച്ച് എന്നാ പറയാ ആൾക്കാർക്ക് എന്നാ പറയാനുള്ളത്? മുന്നാറ് ഡാൻസ് നമുക്ക് മുന്നേ കൂടെ വരും. എന്റെ വയറ് കുത്തിരിക്കും. ഞാൻ കൂടെ ഭക്ഷണത്തെ പറ്റി പറയാം. ഭക്ഷണം അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ പിള്ളേരെ പറ്റി ഞാൻ അടിപൊളി ഒരുത്തരപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരുത്തര അതൊരു ബുദ്ധിമുട്ടാണ്. മൊത്തത്തിലെന്ന് പറയുന്നത് നിങ്ങളൊരു നല്ലൊരു കാര്യം പേ ചെയ്തത്, നിങ്ങൾ എല്ലാവരും കൂടി കമ്പനി കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാനും മനസ്സ് വന്നത്, അതിൻ്റെ ക്രെഡിറ്റ് ആരാണിത് ചെയ്തതെന്ന് ഒന്നും അറിയാൻ പാടില്ല. അതെ, അപ്പം അത് കടപ്പുറത്ത് വന്ന് ചെയ്തതിൽ ഏറ്റവും വലിയ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മ അങ്ങോട്ട് ഓക്കെ ആയിട്ട് പോയിക്കോ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. അച്ഛനൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ദിവസം നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ വന്നിട്ട് അച്ഛനെ അന്വേഷിക്കുക. അച്ഛൻ പഞ്ചാബാണ്, ദിനേശനും പഞ്ചാബാണ്. എന്നിട്ടാണ് അത് വേറെ നമ്മൾ ഡീൽ ചെയ്യണ്ട. അത് കച്ചവടം. ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ നീ പിടിക്കും, ഞാൻ എടുത്തിട്ട് താങ്ങും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാനിങ്ങനെ അടിക്കുന്നില്ല, അപ്പൊ നീ അത് പിടിക്കും. അപ്പൊ അതിൽ നിന്ന് ഊരും.
അപ്പൊ നിനക്കിട്ട് പണിയുണ്ട്. പോവാം. കാരണം നിങ്ങൾക്ക് സെപ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അത് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ കുറച്ച് കവറേജ് പിള്ളേരുണ്ട്. അതുകൊണ്ടാണ് ചേട്ടൻ വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നതും നിങ്ങൾക്ക് ഈ വെള്ളം തരാൻ കാര്യം, നിങ്ങൾ ബിരിയാണി എനിക്ക് തരാൻ കാര്യം ഒക്കെ ആ സ്നേഹബന്ധം കൊണ്ടാണ്. ഇവനെ നീ വിടരുതോട്ടെ, കൈ വിടരുതോട്ടെ. രണ്ടുപേരും പാട്ടോണ്ടല്ലോ ലാസ്റ്റ് രണ്ടുപേരും പാട്ടോ പിന്നെ അതിന്റെ ഡാൻസും ഡാൻസ് പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തെ മഴവില്ലു കണ്ടാലിളകും പെണ്ണ്, പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്, അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. അങ്ങനെ ഞാൻ പകച്ചിട്ടുള്ള കുട്ടിയാണ്. എന്തായിരുന്നു നല്ല പാട്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും എന്റെ ഭയങ്കര കാര്യമാണ്. ഇനി ഞങ്ങൾക്ക് കാര്യമല്ല, കാരണം ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് വെള്ളം കിട്ടി, ഞങ്ങൾക്ക് എല്ലാം കിട്ടി, ഞങ്ങൾക്ക് കൂടെ നിന്നു. ഈ രാത്രി ആകുമ്പോൾ സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്രിഡ്ജിൽ വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് അച്ഛൻ വന്നു നോക്കാൻ. പിള്ളേര് കാണിച്ചത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കവറെടുത്തിട്ട് വന്നാല് അത്ര കൂട്ടുകാരാണെന്ന് പറഞ്ഞാ പിന്നെ അതിനകത്ത് ഒരു പൊന്നുപോനും അങ്ങോട്ട് പൂമോനും കേറൂല. മനസ്സിലായാ? നീ പറഞ്ഞേ അച്ഛയാണ്. ദിനേശൻ പഞ്ചാബാണ് പേര്. ദിനേശൻ പഞ്ചാബാണ്, പക്ഷെ അച്ഛനുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷം പിന്നെ കാണാം. കണ്ണിലേക്ക് ഒറ്റടിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ നോമ്പുറയുടെ ഇന്നത്തെ നോമ്പുറ രണ്ടാമത്തെ വ്ളോഗ് തീരുവാണ്, നിർത്തുവാണ്, വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും ഓഫായി. സമയം ആരിഫ് മാത്രം ഓഫായില്ല, ബാക്കിയൊക്കെ കിച്ചു ഒരു പകുതി ഓഫില്ല. കിച്ചു പകുതി ഓഫായി. ചെറിയ എന്താ ഇവിടെ നടക്കണേ? വ്ളോഗാണോ? എന്നാ ചിരിക്കാം, ക്യാമറ ഉണ്ട്, ചിരിക്കാം. ബാക്കി എല്ലാവരും ഓഫായി. ഇഷാനും ഞാനുമാണ് പിന്നെയും കുറച്ച് നിൽക്കണ. സമയം 3:12 പിന്നെ ഓഫ് കൊണ്ടിരിക്കുവോ? ആരിഫ് തീ എറണാകുളം ഒന്നുകൂടെ പോയത് ആരിഫേ? പോണോ? അപ്പോൾ വ്ളോഗ് ഫുള്ള് കണ്ടവര് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ അക്കൗണ്ട് ഉറക്കത്തി അടിച്ച് എന്താ പറയും, ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പം സംഘം എന്നുള്ള ചാനല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഒരു വ്ളോഗുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. ഒരു ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, വ്ളോഗ് പ്രതീക്ഷിക്കാം. അപ്പോൾ ബൈ കിച്ചു, ബൈ. അസ്സലാമു അലൈക്കും.